ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ താറാവ് കറി കണ്ടാലോ. അതിനായി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ നാളികേരം എടുത്ത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് കറി കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള, ആവശ്യത്തിന് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി വേണം, അതുപോലെ തന്നെ ഇറച്ചിക്കൂട്ടും ആവശ്യമായ എല്ലാ സാധനങ്ങളും, മല്ലിപ്പൊടി, കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ താറാവൊക്കെ നമ്മൾ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ കറി വെക്കുന്നൊരു സാധനമാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് ഫ്രോസൺ താറാവാണ് കൂടുതലും കിട്ടുന്നത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രോസ് ചെയ്തപ്പോഴും താറാവിനെ കൊണ്ടുവന്നതിന് ശേഷം അത് കുക്ക് ചെയ്യാറുണ്ട്. ഇനി അടുത്ത വെക്കേഷൻ പോയി വരുമ്പോഴാണ് ഞങ്ങൾ നേരത്തെ അമ്മ വറുത്തരച്ചൊക്കെ തന്നിടുമായിരുന്നു. താറാവിനുള്ള പ്രിയം കൊണ്ട് ഇതിന് കൂടുതലും വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാൻ. ഓൾറെഡി ക്ലൈമറ്റ് ഇതായതുകൊണ്ട് എണ്ണയെല്ലാം ഭയങ്കരമായിട്ടും കട്ട പിടിച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മുഴുവൻ താറാവിനെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ ഒരുമിച്ച് മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പിൻ്റെ ആവശ്യകത അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് അടച്ച് വെച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. ഞങ്ങളിത് പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നാളത്തേന് വെള്ളയപ്പം ഇട്ടിട്ടുണ്ട്. അപ്പവും താറാവ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നല്ല അടിപൊളി നാടൻ താറാവ് കറിയും നല്ല ചൂടുള്ള ഗോതമ്പ് പുട്ടും ആണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു.